നാരായണായ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വിഷയം രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച ജാതകർക്ക് ഈ വരുന്ന ജൂൺ മാസത്തിലും ജൂലൈ പകുതി വരെയും ജാതകർക്ക് വരുന്ന ശുഭാശുഭ ഫലങ്ങൾ ഏതൊക്കെ രീതിയിലാണ് പ്രകടമാകുന്നതെന്നുള്ളതാണ് വിഷയം പറയുന്നത്. അതിനു മുന്നായിട്ട് ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക. വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. നേരത്തെയുള്ള വീഡിയോയിൽ തന്നെ ഞാൻ ഗ്രഹസ്ഥാനങ്ങൾ ഏതൊക്കെ എന്നുള്ളത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഇടവം മിഥുനം രാശികളിൽ ആദിത്യനും, അതായത് രോഹിണി മകയിരം തിരുവാതിര എന്നീ ഞാറ്റുവേലകളിൽ സഞ്ചരിക്കുന്ന ഒരു സമയവും, അതുകൂടാതെ രോഹിണി തിരുവാതിര എന്നീ ഞാറ്റുവേലകൾ ഭാഗികമായും മകയിരം ഞാറ്റുവേല പൂർണ്ണമായും ജൂൺ മാസത്തിൽ സംഭവിക്കുന്നു. ചന്ദ്രൻ ജൂൺ 1 ഉത്രട്ടാതി നക്ഷത്രത്തിൽ ആയിരിക്കും. 30 രാശിചക്രഭ്രമണം ഒരു വട്ടം പൂർത്തിയാക്കി മകയിരം നക്ഷത്രത്തിൽ എത്തിച്ചേരും. ജൂൺ 6 കറുത്തവാവും ജൂൺ 21-22 തീയതികളിൽ വെളുത്തവാവും സംഭവിക്കുന്നതാണ്. ചൊവ്വ മീനത്തിൽ നിന്നും ജൂൺ 1 മേടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അശ്വതി നക്ഷത്രത്തിൽ ജൂൺ 18 വരെ തുടരും. തുടർന്ന് ഭരണി നക്ഷത്രത്തിലുമാണ് ചൊവ്വയുടെ സഞ്ചാരം. ബുധൻ ഇടവം രാശിയിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. ജൂൺ 14 മിഥുനത്തിലേക്ക് സംക്രമിക്കും. ജൂൺ ആദ്യവാരം മുതൽ ക്രമമൗഢ്യാവസ്ഥ ഉള്ള ഒരവസ്ഥയായിരിക്കും ബുധൻ. ഇടവം രാശിയിലായിരിക്കും ശുക്രൻ്റെ സ്ഥാനം. അത് ജൂൺ 12 ആവുമ്പോൾ മിഥുനത്തിലേക്ക് സംക്രമിക്കും. ജൂൺ മാസം മുഴുവൻ ശുക്രൻ മൗഢ്യാവസ്ഥയിൽ തന്നെ തുടരുന്നതായിരിക്കും. വ്യാഴം ഇടവം രാശിയിൽ കാർത്തിക നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയും വ്യാഴമൗഢ്യം ജൂൺ 4 അവസാനിക്കുകയും ചെയ്യും. കുംഭൻ രാശിയിൽ ശനി പൂരുരുട്ടാതി നക്ഷത്രത്തിൽ തുടരുകയായിരിക്കും. രാഹുവും കേതുവും യഥാക്രമം മീനം രാശിയിലും കേതു കന്നി രാശിയിലും അപ്രദക്ഷിണ ഗതിയിൽ സഞ്ചരിക്കുകയും ചെയ്യും. ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിലാണ് ഈ നക്ഷത്രത്തിൻ്റെ യഥാർത്ഥ, അതായത് ഈ നക്ഷത്രത്തിൻ്റെ മാസസമ്പൂർണ്ണ നക്ഷത്രഫലം വിശദീകരിക്കുന്നത്. ഇവിടെ രോഹിണി നക്ഷത്ര ജാതകർക്ക് എന്ന് പറയുമ്പോൾ ഈ സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികാവസ്ഥ വന്നു ചേരും. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളൊരു സമയമായിരിക്കും. ഉത്സാഹം, കാര്യനിർവഹണശേഷി, ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പ്രവർത്തന ശൈലി തുടങ്ങിയവ നല്ല കാര്യങ്ങളിലേക്കായി വഴിയൊരുക്കും. കുടുംബത്തിലാണെങ്കിലോ സ്വസ്ഥത വന്നു നിൽക്കുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും. കൂടാതെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമെങ്കിലും അമിതമായ ആത്മപ്രശംസ ഉപേക്ഷിക്കണം എന്നുള്ളതാണ് പറയുന്നത്. വിദേശബന്ധമുള്ള വ്യാപാര വിതരണ മേഖലകളിൽ നിന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്നും വ്യതിചലിച്ച് നിൽക്കേണ്ട അല്ലെങ്കിൽ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉപരിപഠനത്തിന് ചേരേണ്ടി വരുന്ന സാഹചര്യവുമുണ്ട്. പുതിയ തരത്തിലുള്ള കൃഷിരീതികളോ അല്ലെങ്കിൽ ബിസിനസ് പരമായ കാര്യങ്ങളോ അവലംബിക്കും എന്നുകൂടി പറയുന്നു. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയിക്കുകയും മംഗളകരമായ കർമ്മങ്ങളിൽ സൽക്കാരങ്ങളിൽ പങ്കെടുക്കുവാൻ ഉള്ള സാഹചര്യം വരികയും ഉന്നത വ്യക്തികളെ പരിചയപ്പെടുവാൻ അവസരമുണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. അറിയാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറഞ്ഞ് അബദ്ധം പറ്റാതിരിക്കുവാൻ പ്രത്യേകം കരുതൽ ഉണ്ടായിരിക്കണം. തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് മാനസിക സമ്മർദ്ദം കൂടി വരാനുള്ള സാധ്യതയും ജൂൺ മാസം കഴിഞ്ഞ് ജൂലൈ പകുതിയോടുകൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ക്ഷമിക്കുവാനും സഹിക്കുവാനുള്ള കഴിവ് അബദ്ധങ്ങളെ അതിജീവിക്കുന്നതിന് ഉപകരിച്ചേക്കാം. അപ്പോൾ ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വ്യവസ്ഥകൾ പാലിക്കുവാൻ നിർബന്ധിതനാകും.
എന്നുള്ളതാണ്. കൂടാതെ തന്നെ ആരോഗ്യകാര്യത്തിൽ കുറച്ച് ശ്രദ്ധയുണ്ടായിരിക്കുന്നത് നല്ലതാണ്. വ്യായാമത്തിലും ആരോഗ്യം നിലനിർത്തുന്ന ഭക്ഷണ രീതികളിലുമൊക്കെ പ്രത്യേക ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. കൂടാതെ നക്ഷത്ര ജാതകർക്ക് കക്ഷി രാഷ്ട്രീയ മത്സരങ്ങളിൽ വിജയസാധ്യത കുറയുവാനുള്ള സാധ്യതയുണ്ട്. പല രീതിയിലുള്ള ദുർഘടങ്ങളോ അല്ലെങ്കിൽ തടസ്സങ്ങളോ ഇതിനകത്ത് വന്നു ചേരുവാനുള്ള സാഹചര്യങ്ങളും ഉണ്ടായിരിക്കും. പുനരധിവാസത്തിന് അകാരണമായ തടസ്സങ്ങൾ അനുഭവപ്പെടും. അധികൃതരുടെ ആജ്ഞകൾ അർത്ഥമനസ്സോടുകൂടി ചെയ്തു തീർക്കേണ്ട സാഹചര്യം ഉണ്ടാവും. ചില സംയുക്ത സംരംഭങ്ങളിൽ നിന്നെല്ലാം പിന്മാറി നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. ജീവിത നിലവാരം ഉയർന്നു വരുമെങ്കിലും അമിതമായ ചിലവുകൾ ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണിത്. സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള ദൗത്യങ്ങളൊക്കെ ഏറ്റെടുത്ത് അതായത് കൂടുതലായി ഉണ്ടാകുന്നതാണ് ജീവിതത്തിൽ. ഈ സമയം അങ്ങനെയുള്ള പ്രവർത്തികൾ കൂടുതലായി വരുന്നതാണ്. ഔദ്യോഗികമായിട്ട് സമ്മിശ്രമായ കാലമായിരിക്കും. കണ്ടകശനിയും ജന്മത്തിൽ വ്യാഴം, ആദിത്യൻ എന്നിവയുടെ സഞ്ചാരവും സംഭവിക്കുന്നതിനാൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ജാഗ്രത വേണം എന്നുള്ളതാണ്. യഥാവിധി ഗ്രഹദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്ത് വരുന്ന പ്രശ്നങ്ങളുടെ അല്ലെങ്കിൽ അശുഭകരമായ ഫലങ്ങളുടെ കാഠിന്യം കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ്. ജോലി ഉപേക്ഷിക്കാനുള്ള തീരുമാനം അങ്ങനെ ആ രീതിയിലുള്ള തീരുമാനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം പുനഃപരിശോധിക്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് പുനഃപരിശോധിക്കണം. കാര്യം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ തിരികെ എടുക്കുവാനോ അല്ലെങ്കിൽ പുതിയതൊന്ന് നേടുവാനോ ഈ സമയം സാധിച്ചെന്ന് വരില്ല. ബിസിനസ്സിൽ ലാഭം കുറയുന്നതാണ്. ബിസിനസ് പരമായി കുറച്ച് തകർച്ചയും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. മുൻകൂട്ടി അതായത് ധനവ്യയം നടത്തുമ്പോൾ ശ്രദ്ധ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞത്. ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഏറെക്കുറെ കാര്യലാഭങ്ങളൊക്കെ കാണാവുന്നതാണ്. അതായത് കടം വാങ്ങി അല്ലെങ്കിൽ ലോൺ എടുത്ത് വ്യാപാരം വിപുലീകരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇത് ഉചിതമായ ഒരു വേളയല്ല, ഇത് ഉചിതമായ ഒരു സമയം അല്ല എന്നുള്ളതാണ്. കരാർ പണികൾ, കമ്മീഷൻ പ്രവർത്തനങ്ങൾ എന്നിവ ആദായകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കൂടാതെ കലാകാരന്മാർക്കും അവസരങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ്. ഉണ്ടായിരുന്ന ബാധ്യതകളൊക്കെ കുടുംബപരമായിട്ട് തൊഴിൽപരമായിട്ടൊക്കെ വന്നിരുന്ന ബാധ്യതകളൊക്കെ പരിഹരിക്കുന്നതിന് കുടുംബാംഗങ്ങളുടെ സഹകരണം ആവശ്യമായി വരുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ അവരുടെ സഹായം അഭ്യർത്ഥിക്കേണ്ടി വരുന്ന ഒരു സമയമായിരിക്കും. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അന്യനാട്ടിൽ പോയി ഉപരിപഠനത്തിനുള്ള അവസരം ലഭിക്കും. ഉപരിപഠനത്തിന് പോകാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരും എന്നുള്ളതാണ്. ഭൂമി വ്യാപാരത്തിൽ പറ്റിക്കപ്പെടുവാൻ അല്ലെങ്കിൽ കബളിപ്പിക്കപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. കൂടാതെ രോഗാതുരർ പതിവ് പരിശോധനകളിൽ അലംഭാവം അരുത്. രോഗമുള്ളവർ യഥാവിധി അതായത് സമയത്തിനുള്ള ചെക്കപ്പ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നടത്തിക്കൊണ്ടുപോവുക. അതിൽ മാറ്റിവെച്ച് വലിയ അപകടങ്ങൾ വരുത്തി വയ്ക്കാതിരിക്കുവാൻ ശ്രമിക്കുക. ഈ രീതിയിലായിരിക്കും രോഹിണി നക്ഷത്ര ജാതകർക്ക് ഈ 2024 ജൂൺ ജൂലൈ മാസങ്ങളിൽ വരുന്ന ശുഭവും അശുഭവുമായ ഫലങ്ങൾ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഏവരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.